നമ്മുടെ ഭാരതത്തിലുള്ള അനേകം ഗ്രന്ഥങ്ങളിൽ ഒന്നായിട്ടുള്ള കഠോപനിഷത്തിലും തൈത്തിരീയ ഉപനിഷത്തിലും ബ്രാഹ്മണത്തിലും മഹാഭാരതത്തിലെ അനുശാസന പർവം 106 അധ്യായത്തിലും പരാമർശിക്കുന്ന ഒരു വ്യക്തിയാണ് നചികേതസ്. നചികേത എന്നും പറയും. ഒരു ബാലനാണ്, ഒരു ആൺകുട്ടി, ചെറിയ കുട്ടി. വേദധർമ്മത്തിനനുസരിച്ച് ജീവിച്ചിരുന്ന യജ്ഞശ്രയസ് എന്ന് പറയുന്ന ഒരാളുടെ മകനാണ്, പുത്രനാണ് നചികേതസ്. കഠോപനിഷത്ത് എന്ന് പറയുന്ന ഈ ഉപനിഷത്ത് ഓരോ ജീവികളുടെയും ജീവനെ കൊണ്ടുപോകുന്ന, മരണസമയത്ത് ജീവനെടുക്കുന്ന യമധർമ്മ മഹാരാജാവ്, മഹാദേവൻ്റെ തന്നെ അവതാരമായിട്ടുള്ള യമധർമ്മ മഹാരാജാവ്, നരകത്തിൻ്റെയും സ്വർഗത്തിൻ്റെയും മറ്റ് പിതൃലോകങ്ങളുടെയൊക്കെ അധിപനായിട്ടുള്ള യമധർമ്മൻ ഈ കുട്ടിയായിട്ടുള്ള നചികേതസിന് ആത്മതത്വം, അതായത് ആത്മാവിനെക്കുറിച്ചുള്ള രഹസ്യം, ഈശ്വരനെക്കുറിച്ചുള്ള കാര്യങ്ങളും എല്ലാം പറഞ്ഞു കൊടുക്കുന്ന, മരണാനന്തരം നടക്കുന്ന കാര്യങ്ങൾ, ഇതൊക്കെ നചികേതസിന് പറഞ്ഞു കൊടുക്കുന്ന രീതിയിലാണ് കഠോപനിഷത്ത് ഉള്ളത്. അതിലെ പ്രതിപാദ്യ വിഷയമാണത്. യമധർമ്മ നചികേത സംവാദം, അതാണ് കഠോപനിഷത്ത്. യജ്ഞശ്രേയസ് എന്ന് പറയുന്ന ഇദ്ദേഹം, നചികേതസിൻ്റെ പിതാവ്, ഒരു യാഗം നടത്തി. അതിൻ്റെ ഭാഗമായിട്ട്, യാഗത്തിൻ്റെ ഭാഗമാണ് ദാനം. അതിൻ്റെ ഭാഗമായി കുറേ പശുക്കളെ ദാനം ചെയ്തു. എന്നാൽ ഈ പശുക്കൾ പുല്ല് തിന്നാനോ വെള്ളം കുടിക്കാനോ കഴിയാത്തതായിരുന്നു. നമ്മളൊരാൾക്ക് ഒരു വസ്തു കൊടുക്കുമ്പോൾ പഴയത് കൊടുക്കാൻ പാടില്ല, ഉപയോഗിച്ചത് കൊടുക്കാൻ പാടില്ല, കേട് വന്നത് കൊടുക്കാൻ പാടില്ല. ഏറ്റവും പുതിയത് കൊടുക്കുക, അല്ലെങ്കിൽ കൊടുക്കാതിരിക്കുക. ചീത്തയായിട്ടുള്ള വസ്തുക്കൾ നമ്മൾ ഒരാൾക്ക് ദാനം കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പാപഫലം നമ്മളെ തേടി വരും എന്ന് മനസ്സിലാക്കുക. ഒന്നിനും കഴിയാത്ത ഈ പശുക്കളെ പിതാവായിട്ടുള്ള യജ്ഞശ്രേയസ് ദാനം ചെയ്യുന്നത് കണ്ട് മകനായിട്ടുള്ള നചികേതസിന് ഈ പാപം കണ്ട സമയത്ത്, ഈ തെറ്റ് തൻ്റെ പിതാവ് ചെയ്യുന്നത് കണ്ട സമയത്ത് വളരെ സങ്കടം തോന്നി. പിന്നീട് തൻ്റെ പിതാവിന് മരണശേഷം യമധർമ്മൻ്റെ അടുത്തേക്ക് പോകുന്ന സമയത്ത് ഇതിന് മറുപടി പറയേണ്ടി വരുമല്ലോ, നരകം അനുഭവിക്കേണ്ടി വരുമല്ലോ എന്നൊക്കെ ഈ മകൻ ചിന്തിച്ച് പിതാവിനെ ഓർത്ത് വളരെ സങ്കടപ്പെട്ടു. നല്ലവനും ഈശ്വര ചിന്തയുള്ളവനും ബുദ്ധിമാനുമായിട്ടുള്ള നചികേതസ് പിതാവിനെ ഈ ദുർവിധിയിൽ നിന്ന് രക്ഷിക്കാൻ തീരുമാനിച്ചു. അദ്ദേഹം പിതാവിനോട് തന്നെ ആർക്കാണ് ദാനം ചെയ്യുന്നതെന്ന് ചോദിച്ചു. ഇതുപോലെ എന്നെയും ആർക്കെങ്കിലും കൊടുത്തൂടെ, എന്നെ ആർക്കാണ് കൊടുക്കുന്നത് എന്ന് പിതാവിനോട് നചികേതസ് ചോദിച്ചു. ആദ്യം പിതാവ് അത് കാര്യമാക്കിയില്ല. വീണ്ടും വീണ്ടും ഈ കുട്ടി ഇങ്ങനെ ചോദിക്കാൻ തുടങ്ങിയപ്പോൾ പിതാവിന് ദേഷ്യം വന്നു. അദ്ദേഹം പറഞ്ഞു, അവസാനം ദേഷ്യം കൊണ്ട് പറഞ്ഞു, നിന്നെ മരണത്തിൻ്റെ ദേവനായിട്ടുള്ള യമധർമ്മനാണ് കൊടുക്കുന്നത് എന്ന് പിതാവ് പറഞ്ഞു. തുടർന്നുള്ള ഭാഗം അടുത്ത വീഡിയോയിൽ പറയാം. ഹരേ കൃഷ്ണ.